പെൺകുട്ടി പറഞ്ഞതാ. ആ 16 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ വീട്ടിലെ അയാള് ഫിലിപ്പും ഫിലിപ്പിന്റെ അമ്മയും പിന്നെ ഒരു ജോലിക്കാരിയും മാത്രമേ കണ്ടേ ഉള്ളൂ. ഈ വൈഫും മോളും അവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ മോടെ ഭർത്താവിനെയും ഇയാള് പിടിപ്പിച്ചതാണ്, കഞ്ചാവ് കേസിലോ മറ്റേ കേസിലും മറിച്ച കേസിലൊക്കെ. ഈ ഫിലിപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയാണ്, നല്ല ചിരിച്ചോണ്ട് പോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഫൈല്. ഫിലിപ്പിന്റെ വൈഫ് ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്, വൈഫും മകളും. എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എവിടെ പോയി? ഇസാ ഡോള, ഇതാണ് ഈ കാണുന്ന സൈഡിൽ കാണുന്നതാണ് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്. അതായത് ഫിലിപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ പോസ്റ്റ് ആയിരുന്നു ഇത്. ഈ ഒരു പോസ്റ്റ് ഒക്കെ ചെയ്ത് ചേച്ചിയുടെ പ്രൊഫൈൽ പിക്ചായിരുന്നു. ഇതിപ്പോൾ എവിടെ പോയി? ഇത് എന്തിനാ അവർ മാറ്റി? പിന്നെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തോ ഡിലീറ്റ് ചെയ്തോ ഒന്നും അറിയാം, അക്കൗണ്ട് കാണുന്നില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇട്ട പോസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിന്റെ അക്കൗണ്ട് ഞാനത് കാണിച്ചു തരാം. അവിടെ എവിടെയെങ്കിലും ഇവരുടെ ഫോട്ടോസോ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. അതുകൊണ്ട് ആ സൈഡിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും ഫാമിലിയുടെ ഫോട്ടോസും മോളുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മോളുമായിട്ട് അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആ കുട്ടി ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ കണ്ട് കല്യാണം കഴിച്ചതാണ്. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനെ ഇദ്ദേഹം തന്നെയാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ ഇടിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ അവൻ്റെ നിലവിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തൊന്നുമില്ല. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സ്വന്തം ഭാര്യയുടെ പോസ്റ്റാണ്. ആ ഭാര്യ വന്നിട്ടാണ് ഇപ്പോൾ ഭർത്താവിനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് വരാത്ത ഒരു ഭാര്യ എപ്പോൾ എവിടെ നിന്ന് കയറി വന്നു? ഇത്രയും ദിവസം വരാതെ നിങ്ങൾ നോക്ക്. ഞാൻ ആ സൈഡിൽ വെച്ച പോസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്തിനു വേണ്ടി? ഇതിപ്പം മൊത്തത്തിൽ ചീഞ്ഞ് നാറി, മൊത്തത്തിൽ നാറ്, കുടുംബം മൊത്തം നാറി എന്ന് വെച്ചാൽ അതുപോലത്തെ നാറ്റ കേസായി. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ മോള് ഫോഴ്സ് ചെയ്തിട്ട് അമ്മ ഇന്നപോലെ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, എനിക്കൊരു ഭാവിയുണ്ട്, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ ഈ പറയുന്ന പോലീസുകാരോട് A to Z കാര്യങ്ങൾ സമ്മതിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി കോടതിയാണ്, അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? സീരിയസ് ആയിട്ട് പറയണം, അദ്ദേഹം സമ്മതിച്ചതാണ്, ഫുൾ സമ്മതിച്ചു കഴിഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയില്ല. ഞങ്ങളൊക്കെ സാധാരണ വിഷയങ്ങളൊക്കെ വന്ന് ചർച്ച ചെയ്യാറുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് ചർച്ച ചെയ്യാറുണ്ടല്ലോ. മീഡിയക്കാർ പറയുന്ന കള്ളങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിയുന്നുണ്ട്. ഏകദേശ കാര്യങ്ങളൊക്കെ, ഹോട്ടലിൽ മുറിയെടുത്തതിന്റെ ഡീറ്റെയിൽ, അത് ഇത് മറ്റേത് മറിച്ചതെല്ലാം ഇദ്ദേഹത്തിന്റെ ബുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഇവൻ ഇതിന്റെ അപ്പുറമാണ്. ഇനിയിപ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് ഈ ഒരു സ്ത്രീ പറഞ്ഞ ആൾക്കാർ അത് വിശ്വസിക്കും. കുറെ ആൾക്കാർ സീക്രട്ട് ഏജന്റിന്റെ കമന്റ് ബോക്സിൽ പോയി തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. ഈ കമന്റ് ബോക്സിൽ സീക്രട്ട് ഏജന്റിനെ പറയുന്നുണ്ട് കുടുംബം കളിക്കുകയാണെന്ന്, അങ്ങനെയുള്ള A to Z കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെല്ലാം 100% കറക്റ്റാണ്. സായി ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ്. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടോ? ഇസ ഡോള എന്ന് പറയുന്ന അക്കൗണ്ട് എവിടെ പോയി? ആ അക്കൗണ്ട് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇട്ട് ഇവരുടെ പ്രൊഫൈലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് അവന്റെ പതനം കാണാൻ വേണ്ടി കൂടുതലും കാത്തിരിക്കുന്ന ഒരു വ്യക്തി വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. കള്ളം 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 എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല. നിങ്ങൾ ജനങ്ങൾ മണ്ടരാവരുത്, ദേവിയായിട്ട് മണ്ടരാവരുത്. ഇതൊരു 16 വയസ്സുകാരി കുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ്. 16 വയസ്സുകാരി, നിങ്ങളുടെ വീട്ടിലും കാണുമല്ലോ അതേ പ്രായമുള്ള പെൺമക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളും ആ പ്രായം കഴിഞ്ഞിട്ട് വന്നവരാണ്, നിങ്ങളും ആ ഒരു പ്രായം കഴിഞ്ഞ് വന്നതാണ്. ആ കുട്ടിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ദുബായിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ വീട്ടുകാർ വിശ്വസിച്ചാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ആ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അവരെ പുണ്യരാക്കില്ല, ചെവുക്കല്ലി നോക്കി അടിക്കണം. ആ വീട്ടുകാരുടെ ആ രണ്ടാനമ്മയും ആ തന്തയും ചെവുക്കുറ്റി നോക്കി അടിക്കണം. കാരണം ഇതുപോലുള്ളവരൊക്കെ വീട്ടിൽ വിടുന്നത്. ഈ പറയുന്ന അമ്മമാരെവിടെ പോയാലും തന്തമാരുള്ള സമയത്താണെങ്കിൽ പോലും പെണ്ണുങ്ങളെ വീട്ടിലൊട്ടേക്ക് നിർത്തരുത്. ആ ഒരു കാലമാണ്. പിന്നെ ഇപ്പോഴത്തെ കുറേ അവൾമാരുണ്ട്, ഒരു കാര്യം 100 വട്ടം പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ പിള്ളേരുണ്ട്. ചെന്നന്ന് അനുഭവിക്കട്ടെ, അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ കരഞ്ഞു കുത്തിയോണ്ടിരിക്കും, തെറ്റ് പറ്റിപ്പോയെന്ന്. ഇതെല്ലാം പറഞ്ഞെല്ലാം കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ പഴയ തൊഴിൽ വീണ്ടും എടുക്കും. അങ്ങനെ കുറേ അവൾമാരുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഈ ഒരു കേസ് കെട്ടിൽ ഞാൻ സംസാരിക്കുവാണെങ്കിൽ ആ തന്തയും തള്ളയും ചെവുക്കുറ്റി നോക്കി അടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീ കള്ളമാണ് കാണിക്കുന്നത്. ഇപ്പം അവർ ഇത്രയും ദിവസം വരായിരുന്നിട്ട് ഇപ്പോൾ വന്ന് വക്കീലിൻ്റെ മുമ്പിൽ എന്തോ ഒരു പെയ്ഡ്, എനിക്ക് അങ്ങനെ തോന്നുന്നു, ഒരു പെയ്ഡ് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നുന്നു. ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട്. നമ്മൾ സത്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാവും. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ കള്ളാരും അവൻ ആവശ്യമില്ലാത്ത അവൻ്റെ കോണ്ടന്റിന് വേണ്ടി അവൻ ഓരോ തോന്നിവാസം വിളിച്ച് പറയുമെന്ന് പറയും. ദേവി ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. വെറുതെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ വിളിച്ച് പറയത്തില്ല. അതും കൂടെ ചിന്തിക്കണം. ഓക്കെ, ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നതാണ്, എൻ്റെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ഞാൻ പറയും. അത് യൂട്യൂബ് കാര്യങ്ങളായിട്ട് പോകുന്നതിൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ വന്ന് പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്.
അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ഞങ്ങൾക്ക് സബ്സ്ക്രൈബർ ഉണ്ടാക്കാനും ആവശ്യമില്ലാത്ത കഥ പറഞ്ഞ് ലൈക്ക് ഉണ്ടാക്കാനും കമൻറ്റ് ഉണ്ടാക്കാനും വലിയ ഇത് നേടാനൊന്നും ചുമ്മാ ഉണ്ടാക്കുന്ന കഥകളല്ല. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ തരുന്ന ഒരു ലൈക്കിനാണെങ്കിലും കമൻറ്റിനാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും എന്തോ 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 ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ശരിയും തെറ്റുമൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു കള്ളക്കഥകളും ഉണ്ടാക്കി പറയില്ല. ഞാൻ ആ ഒരു ഫേസ്ബുക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ആ ഒരു ഫേസ്ബുക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് അവിടെ പോയി ഈ പോസ്റ്റ് ഇട്ട് ശേഷം ഇവർക്കറിയാം ഇവർക്ക് വള്ളിയായി നിറഞ്ഞപ്പോൾ അവർ നൈസായിട്ട് അത് മാറ്റി. ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് ഇട്ടതാണ്. ഇതൊന്നും ആരും മനസ്സിലാക്കത്തില്ല. എന്തായാലും ചേച്ചി പറയുന്ന ന്യൂസൊക്കെ ന്യൂസിൽ പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ വരാം. എന്ത് മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുണ്ടോ ഓരോ വ്യക്തികളൊക്കെ? നാണക്കേട്. ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. കൈവിട്ട് പോവോ അത് കുളമാക്കി കളയുമോ എന്നുള്ളൊരു പാവ എക്സ്പ്രഷനൊക്കെ ആണെന്ന് തോന്നുന്നല്ലോ മോഡ് ചെയ്ത് കണ്ടിട്ട്. കൊച്ചു നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വിഷമമായിട്ട് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് കെട്ടി നിന്ന് പുള്ളിയെ ഊരിക്കൊണ്ടുവരിക, പോയി ഇമേജ് പിടിച്ച് നിൽക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ അങ്ങനെ പറയാം. എനിക്കങ്ങനെ തോന്നുന്നത്. പിന്നെ പെണ്ണുങ്ങളാണ്, വൈഫാണ്, ഈ ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓട്ടോമാറ്റിക്കലി പുള്ളി അങ്ങ് കരഞ്ഞു പോകുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇവരുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ഇവരിപ്പം ഇത്രയും ദിവസം ആ വീട്ടിലില്ലാത്തൊരു വ്യക്തി ഇപ്പം വന്നിട്ട്, അതായത് ആ പെൺകൊച്ചു വരെ, ഞാനിപ്പോൾ പറയാം, ആ 16 വയസ്സുകാരി പെൺകൊച്ചു വരെ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ അയാളും അയാളുടെ അമ്മയും പിന്നെ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളെന്ന്. ഞാനിത് അന്വേഷിച്ചറിഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ആ പെൺകുട്ടി തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ആ വീട്ടിൽ, ഫിലിപ്പിൻ്റെ വീട്ടിൽ, ആ പെൺകുട്ടി, ആ അമ്മയും പിന്നെ അവിടുത്തെ ഒരു ജോലിക്കാരി മാത്രം അങ്ങോട്ടേ ഉള്ളായിരുന്നു. ഇവരെവിടുന്ന് വന്നു ഇത്രയും ദിവസം? ഇവരെവിടുന്ന് വന്നു? ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ട് സൈബർ സെല്ലിന് കേസ് കൊടുത്തു. കേസ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അദ്ദേഹം അറസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ഓരോ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ എടുത്ത് വരുവാണെങ്കിൽ എൻ്റെ പൊന്ന് സ്ത്രീയെ നിങ്ങളിപ്പോൾ പറയുന്ന കള്ളമാണെന്ന് എഴുതി ഒപ്പിട്ട് തരാം. ഇത് വെല്ലുവിളിയാന്ന് കൂട്ടിക്കും. ഓക്കെ, മോള് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. സത്യാവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടാണോ കാണിക്കുന്നത്? ആണോ അല്ലയോ? ഇപ്പം എല്ലാവരും വിചാരിക്കും ഡാനി എന്താ ഇവിടുത്തെ കോടതിയാണോ, ഡാനിയാണോ അവിടെ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതുപോലുള്ള പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, വെളുപ്പിക്കാൻ കുറേ അമ്മമാരുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു പുല്ലും നടക്കത്തില്ല. പറഞ്ഞു മനസ്സിലായി, ഇതെല്ലാം മാഞ്ഞു പോകും. ഇന്ന് ഈ ഒരു കേസ് തെളിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. ഇവനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നത്, നാളെയൊക്കെ നിൻ്റെയൊക്കെ മക്കൾക്ക്, ഇത് കാണുന്ന ഏതവനാണെങ്കിലും ശരി, ഫോണും പിടിച്ചോട്ടെ. എൻ്റെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് കല്യാണം കഴിക്കാത്തയാണെങ്കിലും കഴിച്ചാണെങ്കിലും ആണും പെണ്ണുവിനോട് ഞാൻ ഈ പറയുന്നത്, നിൻ്റെയൊക്കെ മക്കൾക്കും നാളെ ഒരു അവസ്ഥ വരും. ഇന്ന് ഇവനെ പോലുള്ള നാറികളെ രക്ഷപ്പെട്ടു പോയാൽ. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പം എൻ്റെ താഴെ വന്നിട്ട് എല്ലാവരും എൻ്റെ തന്തയ്ക്ക് വിളിക്കും, എത്ര തന്നെന്ന് ചോദിച്ചുകൊണ്ട്. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. അത് ഈ ജന്മത്ത് മാറത്തില്ല. അതങ്ങനെ കുറേ എണ്ണം വെളുപ്പിക്കാൻ ഇവരെ പോലുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ. ചേച്ചി ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമില്ല, അതില്ല മറ്റേതില്ല. കാരണം ഇതറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, ഇവരുടെ വീട്ടിൽ നല്ല പ്രശ്നമുണ്ട്, ഇവർ മാറി നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിരിഞ്ഞ് കിട്ടുന്നതിൻ്റെ അങ്ങോട്ട് ഈ ജോലി, അത് ഗവൺമെൻറ് ജോലിയുടെ അങ്ങോട്ട് 15 ലക്ഷം രൂപയും കാര്യങ്ങളൊക്കെ, അഥവാ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അത് കൊടുക്കും എന്നുള്ള രീതിയിലൊരു കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇപ്പം ആ ഒരു കൊച്ചിനെ വേണ്ടി മാത്രം ഈ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, സോഷ്യൽ മീഡിയ ആണ്. ഇന്ന് നിങ്ങൾ ഇടയിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയും, പക്ഷേ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ ഡിവോഴ്സ് ആകുമ്പോൾ ഇതായിരിക്കും ആദ്യം കുത്തിപ്പൊക്കുന്ന ആൾക്കാർ. ഞാൻ പറയാമല്ലോ, ഞാൻ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കത്തില്ല. ഇതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കാൻ എന്തുകൊണ്ടെങ്കിൽ 100% ഷുഗർ ഫേക്ക്. ഇപ്പം അയാളെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ലേഡി വന്നിരിക്കുകയാണ്. ബാക്കി കൂടെ ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് പോവാം. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കോടതി മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല. പക്ഷെ കുടുംബം അദ്ദേഹത്തിന് കൂടെയുണ്ട്. അതല്ലാതെയുള്ള പ്രചാരണങ്ങൾ പച്ചക്കള്ളമാണെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അഭിഭാഷകനും വ്യക്തമാക്കുന്നത്. അഖിലോട്ട് പറയുമ്പോൾ CV അനുമോദ്, ന്യൂസ് 18. എവിടെയും ആ സ്ത്രീ ഒന്നും പറയുന്നൊന്നുമില്ല. എന്തു പറയുന്നില്ലെന്ന്, അയാൾ അങ്ങനെ ചെയ്യത്തില്ലെന്നോ അയാൾക്ക് മറ്റു സ്ത്രീകളായിട്ടോ അതൊന്നും ഇവിടെ മിണ്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് ഒരു ചെറിയൊരു പെയ്ഡ് ഒരു ഇൻ്റർവ്യൂ മാത്രമാണ്, ഒരു ചെറിയൊരു ഇത് മാത്രമാണ്. ഇനി നിങ്ങൾ കണ്ടോ, ഇനി ഒരു വലിയൊരു ചാനലിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരെ കുറിച്ചൊക്കെ സംസാരിക്കും. എന്നെ അങ്ങനെ പെടുത്തി ഇങ്ങനെ പെടുത്തി ഞങ്ങളെ മോശപ്പെടുത്തി എന്നൊക്കെ പറയുന്നിട്ട് കുറേ നാടകം ഇറക്കും. എൻ്റെ പൊന്നെ ചേച്ചി വേണം, കുറച്ചാവാവുള്ളൂ. ഇത് നിങ്ങളുടെ ഇമേജ് പിടിച്ചെടുക്കാൻ വേണ്ടി, ഇത് നിങ്ങളുടെ മോണഭാഷയ്ക്ക് വേണ്ടി വന്നതാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഞാനൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ബൈ, ലവ് യു ഓൾ.